ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ ഇപ്പോഴും 8ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ പഠിക്കുന്നത് MT വാസുദേവൻ നായരുടെ പെരുന്തച്ഛൻ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ഒരിക്കലും കുട്ടികൾ പഠിക്കാൻ പാടില്ലാത്ത ഒരു കഥയാണ്. ഒരു കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ തലക്കടിച്ച് അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരു കഥ. അതിപ്പോഴും കുട്ടികൾ പഠിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ പുതിയതായിട്ട് വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു കവിയത്രി തച്ചന്റെ മകൾ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തലക്കടിച്ചുകൊണ്ട് കവിതകൾ എഴുതിയിരിക്കുന്നു. ഈ കവിതകളും ഹൈസ്കൂളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഉണ്ടാവാത്ത മകള് ഉണ്ടായി എന്ന് സങ്കല്പിച്ച് ആ മകളെ നല്ല രീതിയിൽ പഠിപ്പിച്ചില്ല എന്നും പറഞ്ഞ് യാതൊരുവിധ യുക്തിബോധവും യാതൊരുവിധ റിയാലിറ്റിയും ഇല്ലാത്ത ഒരു കവിതയാണ് ഇന്ന് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ആ സമുദായത്തെ എങ്ങനെ അടിച്ചമർത്താം എന്നുള്ള രീതിയിൽ വളരെ വളരെ വലിയ ഒരു ചിന്തയുടെ പുറത്തു നിന്ന് കുട്ടികളിലേക്ക് നൈസായി ഒരു സമുദായത്തിനെ തഴയുന്ന രീതിയിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും തോന്നിവാസങ്ങളും തെമ്മാടിത്തരങ്ങളും ഒക്കെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ സൂപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഒരു സവർക്കറെ അല്ലെങ്കിൽ നാളെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന നാദൂറാം വിനായക് ഗോഡ്സെനെ കുറിച്ച് കുട്ടികൾ പഠിക്കട്ടെന്നേ. എന്താണ് പ്രശ്നം?